ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 1 ദിനവൃത്താന്തം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലാണ്. 1 ദിനവൃത്താന്തം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ സൈനിക വിജയങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് മാറുന്നു. ദൈവത്തിൻ്റെ ആലയത്തിനായുള്ള ഒരുക്കവും ആരാധനയുടെ ക്രമീകരണവും. ദാവീദ് ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. ശലോമോൻ ഉടൻ രാജ്യത്വം ഏറ്റെടുക്കാൻ പോകുകയാണ്. തൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അവസാനത്തിലേക്ക് എത്തുകയാണെന്ന് ദാവീദിനെ അറിയാം. എന്നാൽ ദാവീദ് എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ല. മറിച്ച് തനിക്കുള്ള ശേഷിയും ജ്ഞാനവും ഉപയോഗിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അടുത്ത തലമുറയ്ക്ക് തുടരുവാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നു. നമ്മുടെ ജീവിതം നാം വ്യക്തിപരമായി എന്തെല്ലാം ചെയ്തു എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ ശേഷം വരുന്നവർക്കായി നാം എന്താണ് ഒരുക്കി വെച്ചത് എന്നതും അത്ര തന്നെ പ്രധാനമാണ്. 23-ാം അധ്യായം ആരംഭിക്കുന്നത് ദാവീദ് വൃദ്ധനും ആയുഷ്കാലം പൂർത്തിയാക്കിയവനുമായിരുന്നുവെന്നും അവൻ ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കിയെന്നും പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് ദാവീദ് പ്രഭുക്കന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി അവരുടെ ശുശ്രൂഷകൾ ക്രമീകരിച്ചു. ദൈവത്തിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവാദിത്വങ്ങൾ ലേവ്യർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ ജോലി ചെയ്തിരുന്നില്ല. ചിലർ പുരോഹിതന്മാരുടെ ശുശ്രൂഷയിൽ സഹായിച്ചു, ചിലർ വാതിൽ കാവൽക്കാരായിരുന്നു, ചിലർ ഉദ്യോഗസ്ഥരും ന്യായാധിപന്മാരുമായിരുന്നു. വിശുദ്ധ പാത്രങ്ങളുടെയും മറ്റ് കാര്യങ്ങളുടെയും ചുമതല വഹിച്ചവരും ഉണ്ടായിരുന്നു. ദാവീദ് അവരുടെ കുടുംബങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും അനുസരിച്ചെല്ലാം ക്രമപ്പെടുത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷയെ അലക്ഷ്യമായി കാണരുത്. അവിടെ ക്രമവും ഉത്തരവാദിത്വവും കണക്ക് പറയേണ്ട മനോഭാവവും ഉണ്ടായിരുന്നു. വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾക്കായി നിയമിക്കപ്പെട്ട ലേവ്യരുടെ എണ്ണവും ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പറയുന്ന സന്ദേശം വളരെ ലളിതമാണ്. ഓരോരുത്തർക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഓരോ സ്ഥാനത്തിനും ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നു. 24-ാം അധ്യായത്തിൽ പൊതുവായി ലേവ്യരെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് അഹരോൻ്റെ സന്തതികളായ പുരോഹിതന്മാരിലേക്കാണ് ശ്രദ്ധ മാറുന്നത്. ദാവീദ് പുരോഹിത കുടുംബങ്ങളെ 24 വിഭാഗങ്ങളായി ക്രമീകരിച്ചു. അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചീട്ടിട്ടാണ് നിശ്ചയിച്ചത്. ഇങ്ങനെ ചെയ്തതിലൂടെ ശുശ്രൂഷ ക്രമമായും തുടർച്ചയായും നടക്കുവാൻ സാധിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാവീദ് എല്ലാം സ്വയം നിയന്ത്രിക്കുവാൻ ശ്രമിച്ചില്ല. തൻ്റെ ജീവിതത്തിനപ്പുറവും ദൈവത്തിൻ്റെ വേല തുടരേണ്ടതാണെന്ന് അവൻ മനസ്സിലാക്കി. അടുത്ത തലമുറയ്ക്ക് ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുവാൻ കഴിയുന്ന ഒരു ക്രമീകരണം ദാവീദ് ഒരുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം കാണാം. ദൈവഭക്തനായ ഒരു നേതാവ് എല്ലാം തന്നെ ചുറ്റിപ്പറ്റി പണിയുന്നില്ല. തൻ്റെ ശേഷം ആ വേല തുടരുവാൻ മറ്റുള്ളവരെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. 25-ാം അധ്യായം ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ മറ്റൊരു മനോഹരമായ ഭാഗം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ദാവീദും സൈന്യത്തിൻ്റെ അധിപന്മാരും ചേർന്ന് ആസാഫിൻ്റെയും ഹേമാൻ്റെയും യദൂഥൂദിൻ്റെയും പുത്രന്മാരിൽ ചിലരെ സംഗീത ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അവർ പ്രവചിക്കേണ്ടതായിരുന്നു. ഈ ശുശ്രൂഷയ്ക്കായി അനേകർ നിയമിക്കപ്പെട്ടു. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. സംഗീതം വെറും വിനോദമായി കണ്ടിരുന്നില്ല. അത് ദൈവസന്നിധിയിലെ ഒരു ശുശ്രൂഷയായി കണക്കാക്കപ്പെട്ടു. സംഗീതജ്ഞന്മാരെ അവരുടെ ഉത്തരവാദിത്വത്തിനായി ക്രമീകരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. 7-ാം വാക്യം പറയുന്നത് അവരും അവരുടെ സഹോദരന്മാരും യഹോവയ്ക്ക് പാടുവാൻ പരിശീലനം ലഭിച്ചവരും വൈദഗ്ധ്യം ഉള്ളവരുമായിരുന്നു എന്നാണ്. ഇത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അവർ വെറും കഴിവുകൾ ഉള്ള ആളുകൾ മാത്രമായിരുന്നില്ല. തങ്ങളുടെ കഴിവ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിച്ച് പരിശീലനം ലഭിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ നാം 3 പ്രധാന മേഖലകൾ കാണുന്നു. ലേവ്യർ എന്ന് പറയുന്നത് ക്രമീകരിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടിയും, പുരോഹിതന്മാർ ക്രമീകരിക്കപ്പെട്ട ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടിയും, സംഗീതജ്ഞന്മാർ ക്രമീകരിക്കപ്പെട്ട ആരാധനയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ ആലയത്തിനായുള്ള എല്ലാം ക്രമപ്പെടുത്തി ഒരുക്കുകയായിരുന്നു. എന്നാൽ ഈ അധ്യായങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ നാം നോക്കുമ്പോൾ ഇവിടെ വെറും വംശാവലിയും സംഘടനയും മാത്രമല്ല ഉള്ളത്. ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്നതിനെക്കുറിച്ചും അടുത്ത തലമുറയെ ഒരുക്കുന്നതിനെക്കുറിച്ചും ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം ഓരോ തരത്തിലുള്ള ശുശ്രൂഷയെയും വിലമതിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഈ അധ്യായങ്ങളിലെ ഏറ്റവും മനോഹരമായ പാഠങ്ങളിൽ ഒന്ന് ഇതാണ്. എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വം ആയിരുന്നില്ല.
ചിലർ പുരോഹിതന്മാരായിരുന്നു, ചിലർ ലേവ്യരായിരുന്നു, ചിലർ വാതിൽ കാവൽക്കാരായിരുന്നു, ചിലർ ഉദ്യോഗസ്ഥരായിരുന്നു, ചിലർ ന്യായാധിപന്മാരായിരുന്നു, ചിലർ സംഗീതജ്ഞന്മാരും ആയിരുന്നു. എന്നാൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ വേലയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയും നിസ്സാരമല്ലെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ പ്രസംഗം, സുവിശേഷീകരണം, നേതൃത്വം എന്നിവ മാത്രമാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷകളെന്ന് നാം കരുതാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വേലയിൽ പലവിധ ശുശ്രൂഷകൾ ആവശ്യമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആലയം വൃത്തിയാക്കുന്ന ഒരാൾ, കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ, രോഗികളെ സന്ദർശിക്കുന്ന ഒരാൾ, ഒരു പരിപാടി ക്രമീകരിക്കുന്ന ഒരാൾ, ആരാധന നയിക്കുന്ന ഒരാൾ, വാദ്യോപകരണം വായിക്കുന്ന ഒരാൾ, സാമ്പത്തികമായി സഹായിക്കുന്ന ഒരാൾ, വിശ്വസ്തമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ, മറ്റൊരു വിശ്വാസിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ. ഇവരിൽ പലരും ഒരിക്കലും വേദിയിൽ നിൽക്കണമെന്നില്ല. എന്നാൽ ദൈവം അവരുടെ ശുശ്രൂഷ കാണുന്നു. ശുശ്രൂഷയുടെ മൂല്യം അത് എത്രത്തോളം ആളുകൾ കാണുന്നു എന്നതുകൊണ്ടല്ല, അത് എത്രത്തോളം വിശ്വസ്തമായി ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. രണ്ടാമതായി, ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരുക്കം ആവശ്യമാണ്. സംഗീതജ്ഞന്മാരോട് എന്തെങ്കിലും പാടുക എന്ന് മാത്രമല്ല പറഞ്ഞത്, അവർ പരിശീലനം നേടിയവരും കഴിവുള്ളവരുമായിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയത എന്നത് ഒരുക്കത്തിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്നില്ല. ചിലപ്പോൾ ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, പരിശുദ്ധാത്മാവെല്ലാം ചെയ്തുകൊള്ളും. അതെ, നാം പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. എന്നാൽ ഈ അധ്യായങ്ങൾ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ജനങ്ങൾ ശ്രദ്ധാപൂർവം തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു എന്നതാണ്. നാം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിനായി ഒരുങ്ങണം. നാം പഠിപ്പിക്കുന്നുവെങ്കിൽ പഠിക്കണം. നാം പാടുന്നുവെങ്കിൽ പരിശീലിക്കണം. നാം നേതൃത്വം നൽകുന്നുവെങ്കിൽ പഠിക്കണം. കുട്ടികളെ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അവരെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും നാം നമ്മെ തന്നെ ഒരുക്കണം. ഓർക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന മികച്ച ഒരുക്കം അഹങ്കാരമല്ല. മൂന്നാമതായി, എങ്ങനെ നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു. ഈ അധ്യായങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. ദാവീദിൻ്റെ ജീവിതം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. താൻ ദൈവാലയം പണിയുകയില്ലെന്ന് അവനറിയാം. ആ പ്രത്യേക അവകാശം ശലോമോനാണ് ലഭിക്കുക. എന്നാൽ ദാവീദ് നിരാശനായി. എനിക്കത് പണിയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞില്ല. പകരം തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം അവൻ ഒരുക്കി. അവൻ ലേവ്യരെ ക്രമപ്പെടുത്തി, പുരോഹിതന്മാരെ ക്രമപ്പെടുത്തി, സംഗീതജ്ഞന്മാരെ ക്രമപ്പെടുത്തി, ജനത്തെ ഒരുക്കി, ശലോമോനെ ഒരുക്കി, ദൈവാലയം പണിയുന്നതിനുള്ള വഴി ഒരുക്കി. ദാവീദ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന എല്ലാം നാം വ്യക്തിപരമായി പൂർത്തിയാക്കണമെന്നില്ല. എന്നാൽ മറ്റുള്ളവർക്കത് പൂർത്തിയാക്കുവാനുള്ള വഴി നമുക്ക് ഒരുക്കാം. നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങൾ മാറുമെന്ന് നാം മനസ്സിലാക്കണം. ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ കഴിയാതെ വരാം. നമ്മുടെ ശക്തി മാറും, ഉത്തരവാദിത്വങ്ങൾ മാറും, അവസരങ്ങൾ മാറും. എന്നാൽ അതുകൊണ്ട് നമ്മുടെ പ്രയോജനവും അവസാനിച്ചു എന്നർത്ഥമില്ല. ദാവീദിൻ്റെ ഉത്തരവാദിത്വവും മാറി. മുമ്പത്തെ രീതിയിൽ ഇനി രാജ്യത്തെ നയിക്കേണ്ടതില്ല. എന്നാൽ സേവിക്കുവാനുള്ള മറ്റൊരു വഴി അവൻ കണ്ടെത്തി. ഓരോ വിശ്വാസിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കാലഘട്ടം മാറുമ്പോൾ നിങ്ങളുടെ പ്രയോജനവും അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. പകരം ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഈ പുതിയ കാലഘട്ടത്തിൽ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? അടുത്ത തലമുറയെ ഒരുക്കുവാൻ നാം പഠിക്കണം. ക്രിസ്തീയ മാതാപിതാക്കളുടെയും സഭാ നേതാക്കളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് അടുത്ത തലമുറയെ ഒരുക്കുക എന്നത്. നാം വെറുതെ നമ്മുടെ യുവജനങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം ചോദിക്കാതെ അതോടൊപ്പം അവർ എന്ത് ചെയ്യേണ്ടതിനായി നാം അവരെ ഒരുക്കിയിട്ടുണ്ട് എന്നും ചോദിക്കണം. ദാവീദ് ശലോമോന് വെറും ഒരു രാജസിംഹാസനം മാത്രമല്ല കൊടുത്തത്, അവനൊരു ഒരുക്കം നൽകി. ക്രമീകരിക്കപ്പെട്ട ശുശ്രൂഷകരെ നൽകി, വിഭവങ്ങൾ ഒരുക്കി, ആരാധനയ്ക്കുള്ള ക്രമം നൽകി, ദൈവാലയത്തിനുള്ള വഴിയൊരുക്കി. അതുപോലെ ക്രിസ്തുവിൻ്റെ സഭ അടുത്ത തലമുറയെ ദൈവത്തെ സേവിക്കുവാൻ ഉദ്ദേശപൂർവ്വം ഒരുക്കണം. നാം അവരെ ബൈബിൾ പഠിപ്പിക്കണം. അവർക്ക് ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ നൽകണം, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം. അവരെ ഉപദേശിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും വേണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് അടുത്ത തലമുറയോട് നാം ചെയ്യുന്നതാണ് നാളത്തെ ദൈവശുശ്രൂഷയുടെ രൂപം നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ ശുശ്രൂഷയെ മറ്റൊരാളുടേതുമായി താരതമ്യം ചെയ്യരുത്. ലേവ്യർ എല്ലാവരും ഒരേ ഉത്തരവാദിത്വം ചെയ്തില്ല. പുരോഹിതന്മാർക്കൊരു ഉത്തരവാദിത്വം, സംഗീതജ്ഞന്മാർക്ക് മറ്റൊരു ഉത്തരവാദിത്വം, വാതിൽ കാവൽക്കാർക്ക് മറ്റൊരു ഉത്തരവാദിത്വം, ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു ഉത്തരവാദിത്വം. അതുകൊണ്ട് ആരും ഞാൻ എന്തുകൊണ്ട് അവൻ ചെയ്യുന്നത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കേണ്ടിയിരുന്നില്ല. ഇത് ഇന്നത്തെ സഭയ്ക്കും കൂട്ടായ്മകൾക്കും വളരെ ശക്തമായൊരു പാഠമാണ്. ദൈവം എല്ലാവരെയും ഒരേ ശുശ്രൂഷയ്ക്കായി വിളിച്ചിട്ടില്ല. നിങ്ങളുടെ വിളിയെ മറ്റൊരാളുടെ വിളിയുമായി താരതമ്യം ചെയ്യരുത്. മറ്റൊരാളുടെ ദൃശ്യമായ ശുശ്രൂഷയുമായി നിങ്ങളുടെ പ്രയോജനത്തെ അളക്കരുത്. പകരം ചോദിക്കുക, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസ്തമായി ചെയ്യുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ടത്. ആരാധന എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. 1 ദിനവൃത്താന്തം 25 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരാധന വെറും ഒരു പരിപാടിയല്ല എന്നതാണ്.
സംഗീതജ്ഞന്മാർ ദൈവത്തെ ശുശ്രൂഷിക്കുകയായിരുന്നു. അവരുടെ പാട്ടൊരു ശുശ്രൂഷയായിരുന്നു. അവരുടെ കഴിവ് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് നാം ആരാധിക്കുമ്പോൾ വെറും സംഗീതം കേൾക്കാനോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനോ മാത്രം വരരുത്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് വരുന്നത്. നാം പാടുകയോ പ്രസംഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ തിരുവചനം വായിക്കുകയോ ദൈവവചനം കേൾക്കുകയോ ചെയ്യുമ്പോൾ നാം ആരാധനയിൽ പങ്കാളിയാകുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധന ഒരുക്കത്തോടെയും ആത്മാർത്ഥതയോടെയും ദൈവകേന്ദ്രീകൃതമായും ആയിരിക്കണം. ഒരുപക്ഷേ ഈ അധ്യായങ്ങളിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്. ദാവീദ് താൻ വ്യക്തിപരമായി അനുഭവിക്കുകയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരുക്കം നടത്തിയത്. ശലോമോൻ പണിത ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ഞാൻ പണിതതാണ് എന്ന് പറയാൻ ദാവീദിന് കഴിഞ്ഞില്ല. എന്നാൽ അതിനായി അവൻ ഒരുക്കങ്ങൾ നടത്തി. ഇതാണ് യഥാർത്ഥ ആത്മീയ നേതൃത്വത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്ന്. ചിലപ്പോൾ നാം വിതയ്ക്കുന്ന വിത്തിൻ്റെ ഫലം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു കർത്താവിൻ്റെ വേലക്കാരനായി മാറുന്ന ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചേക്കാം. ഒരു മാതാപിതാവ് പിന്നീട് ഒരു മിഷണറിയായി മാറുന്ന ഒരു മകനെ അല്ലെങ്കിൽ മകളെ പരിശീലിപ്പിച്ചേക്കാം. ഒരു മുതിർന്ന വിശ്വാസി പിന്നീട് ശക്തനായ ഒരു നേതാവായി മാറുന്ന ഒരു യുവ ക്രിസ്ത്യാനിയെ ഉപദേശിച്ചേക്കാം. ഒരു മിനിസ്റ്റർ മറ്റൊരു തലമുറ കൂടുതൽ വികസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ സ്ഥാപിച്ചേക്കാം. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് എനിക്കെന്താണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കരുത്. പകരം ദൈവരാജ്യത്തിനായി എൻ്റെ ശേഷം വരുന്നവർക്ക് എനിക്കെന്താണ് ചെയ്തു കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിക്കണം. ദാവീദിൽ നാം കാണുന്നത് ആ ആത്മാവാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ. ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ മറ്റൊരാളെ കൂടെ ഒരുക്കുന്നുണ്ടോ? 2, എൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടം അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ശേഷം ദൈവരാജ്യത്തിനായി ഞാൻ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? 1 ദിനവൃത്താന്തം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഭാവിക്കായി ഒരുക്കം നടത്തുന്ന ഒരു വൃദ്ധനായ ദാവീദിനെയാണ് നാം കാണുന്നത്. അവൻ ലേവ്യരെ ക്രമപ്പെടുത്തി, പുരോഹിതന്മാരെ ക്രമപ്പെടുത്തി, സംഗീതജ്ഞന്മാരെ ഒരുക്കി, ജനത്തെ ഒരുക്കി, ശലോമോനെ ഒരുക്കി, ദൈവാലയം പണിയുന്നതിനുള്ള വഴി ഒരുക്കി. ഇതിൽ നിന്നുള്ള മഹത്തായ പാഠം ഇതാണ്. വിശ്വസ്തത എന്നത് നാം എങ്ങനെ ആരംഭിക്കുന്നു എന്നതിൽ മാത്രമല്ല, നാം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിലും ആണ്. ദാവീദ് ഒരു ഇടയനായി ആരംഭിച്ചു. അവനൊരു യോദ്ധാവായി, പിന്നീടൊരു രാജാവായി. വിജയങ്ങളും പരാജയങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവൻ അടുത്ത തലമുറയെ ഒരുക്കുന്നവനായും ആരാധനയുടെ ശുശ്രൂഷകനായും മാറി. നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷയിലും വിശ്വസ്തരായി സേവിക്കുവാനും ദൈവം മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെ ബഹുമാനിക്കുവാനും ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാനും അതിലും പ്രധാനമായി ദൈവത്തിൻ്റെ വേല മുന്നോട്ട് കൊണ്ടുപോകുവാൻ അടുത്ത തലമുറയെ ഒരുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാം സ്വയം പണിയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ദൈവകൃപയാൽ നമ്മുടെ ശേഷം വരുന്നവർക്ക് അനുഗ്രഹമായി തീരുന്ന എന്തെങ്കിലും ഒരുക്കി വയ്ക്കുവാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.